ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്ന് നമുക്ക് പുതിയൊരു മോക്ക് ടെസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. GKയും അതുപോലെ കറണ്ട് അഫയേഴ്സിൽ നിന്നുമുള്ള ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെല്ലാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 2025 വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തികൾ ആരെല്ലാമാണ്? ഷിമോൺ സക്കാഗൂച്ചി, ജെഫ്രി ഹിൻറ്റൺ, മേരി ഇ ബ്രാൻകോ, ഫ്രൈഡ് റാംസ്ഡെൽ. ഓപ്ഷൻ എ 1, 2, 3 ശരി, ബി 2, 3 ശരി, സി 1, 3, 4 ശരി, ഡി എല്ലാം ശരിയാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. 1, 3, 4 ശരി. 2025 വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തികളാണ് ഷിമോൺ സക്കാഗൂച്ചിയും മേരി ഇ ബ്രാൻകോയും ഫ്രെഡ് റാംസ്ഡെല്ലും. ജെഫ്രി ഹിൻറ്റൺ എന്ന് പറയുന്നത് 2024 വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ എടുത്ത ഇന്ത്യക്കാരൻ ആര്? എ രവീന്ദ്ര ജഡേജ, ബി രോഹിത് ശർമ്മ, സി വിരാട് കോഹ്ലി, ഡി ശുഭ്മാൻ ഗിൽ. ആൻസർ സി വിരാട് കോഹ്ലിയാണ് ആൻസർ. 2024 രസതന്ത്രത്തിൽ നോബൽ സമ്മാനം പങ്കിട്ട വ്യക്തികൾ ആരെല്ലാം? എ ഡെമീസ് ഹസബീസ്, ബി ജോൺ ബെക്കർ, സി സുസുമു കിറ്റഗാവ, ഡി ഒമർ യാഗി. ആൻസർ എയും ബിയും ആണ്. ഡെമീസ് ഹസബീസും ജോൺ ജബ്ബറുമാണ് 2024 രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം പങ്കിട്ട വ്യക്തികൾ. 16ാമത് JC ഡാനിയൽ പുരസ്കാരം നേടിയ ചലച്ചിത്രം ഏതാണ്? JC ഡാനിയൽ പുരസ്കാരമാണ്. ഓപ്ഷൻ എ കിഷ്കിന്ധാകാന്ഡം, ബി ഫെമിനിച്ചി ഫാത്തിമ, സി മഞ്ഞുമൽ ബോയ്സ്, ഡി ബ്രഹ്മയുഗം. ആൻസർ ബി ഫെമിനിച്ചി ഫാത്തിമയ്ക്കാണ് 16ാമത് JC ഡാനിയൽ പുരസ്കാരം നേടിയത്. ഭൗതികശാസ്ത്ര നൊബേൽ ജേതാക്കൾ 2025 ഭൗതികശാസ്ത്ര നൊബേൽ ജേതാക്കൾ ആരെല്ലാം? ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോററ്റ്, ജോൺ എം മാർട്ടിനീസ്. ഓപ്ഷൻ എ 1 ശരി, ബി 2 ശരി, സി 1, 3 ശരി, ഡി എല്ലാം ശരിയാണ്. ആൻസർ ഡി എല്ലാം ശരിയാണ് എന്നതാണ്. 2025 ഭൗതികശാസ്ത്ര നൊബേൽ 3 വ്യക്തികളാണ് പങ്കിട്ടെടുത്തത്. ജോൺ ക്ലാർക്കും മിഷേൽ എച്ച് ഡെവോററ്റും ജോൺ എം മാർട്ടിനീസുമാണ് 2025 ഭൗതികശാസ്ത്ര നൊബേൽ പങ്കിട്ടെടുത്ത വ്യക്തികൾ. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദം ആക്കാനുള്ള കേരളത്തിലെ പദ്ധതി ഏതാണ്? എ ആർദ്രം മിഷൻ, ബി കാരുണ്യ പദ്ധതി, സി തൂവാല വിപ്ലവം, ഡി ആരോഗ്യ കിരണം. ആൻസർ എ ആർദ്രം മിഷനാണ് സർക്കാർ ആശുപത്രികളിലെ രോഗി സൗഹൃദമാക്കാനുള്ള കേരളത്തിലെ പദ്ധതി എന്ന് പറയുന്നത്. 2025 വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ആരാണ്? എ പാകിസ്ഥാൻ, ബി നേപ്പാൾ, സി ഇന്ത്യ, ഡി ചൈന. ആൻസർ ഡി ചൈനയാണ് 2025 വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, ശുഭാംശു ശുക്ലയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ, ബി ബഹിരാകാശത്ത് എത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരൻ, സി ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഇന്ത്യക്കാരൻ, ഡി നാസയുടെ 5ാമത്തെ സ്വകാര്യ ബഹിരാകാശ ദൗത്യമായ ആക്സിം 4ലാണ് ശുഭാംശു ശുക്ല ISS എത്തുന്നത്. ആൻസർ ഡി ആണ്. നാസയുടെ 4ാമത്തെ സ്വകാര്യ ബഹിരാകാശ യാത്രാ ദൗത്യമായ ആക്സിം 4ലാണ് ശുഭാംശു ശുക്ല ISSൽ എത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്ത നഗരം. ഓപ്ഷൻ എ ന്യൂയോർക്ക്, ബി റിയോ ഡി ജനീറോ, സി ലക്നൗ, ഡി കോഴിക്കോട്. ആൻസർ ബി റിയോ ഡി ജനീറോയാണ് 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്ത നഗരം. അടുത്ത ക്വസ്റ്റ്യൻ, ആണവായുധം അല്ലാത്ത ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ഏത്? എ US, ബി റഷ്യ, സി ചൈന, ഡി ഇന്ത്യ. ആൻസർ സി ചൈനയാണ് ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? എ സ്പെക്ട്രോമീറ്റർ, ബി മാനോമീറ്റർ, സി ഓഡിയോമീറ്റർ, ഡി ഡയൽ ക്യാപിറ്റർ. ആൻസർ എ സ്പെക്ട്രോമീറ്റർ ആണ് പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അടുത്ത ക്വസ്റ്റ്യൻ, തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ
ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ഏത്? എ ചൈന, ബി ഇന്ത്യ, സി റഷ്യ, ഡി ജപ്പാൻ. ആൻസർ ഡി ജപ്പാനാണ് തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ കൃത്രിമോപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരെല്ലാം? ഓപ്ഷൻ എ ഗുൽസാർ, ബി ജഗദ്ഗുരു രാമഭദ്രാചാര്യ, സി അക്കിത്തം, ഡി ഇവയെല്ലാം. ആൻസർ എയും ബിയുമാണ്. ഗുൽസാർ പിന്നെ ജഗദ്ഗുരു രാമഭദ്രാചാര്യ എന്നിവരാണ് 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി നടന്നത് എവിടെ? ഓപ്ഷൻ എ ഡൽഹി, ബി പാരീസ്, സി കാലിഫോർണിയ, ഡി ന്യൂയോർക്ക്. ആൻസർ ബി പാരീസിലാണ് 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ പട്ടികകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 22, ബി 8, സി 12, ഡി 312. ആൻസർ സി 12 ആണ്. ശരിക്കും ഭരണഘടന ഭരണഘടന ആദ്യം നിലവിൽ വരുമ്പോൾ അതിൽ ഉണ്ടായിരുന്ന പട്ടികകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആയിരുന്നു. പിന്നീടാണ് ഇപ്പോൾ നിലവിലുള്ള പട്ടികകളുടെ എണ്ണമാണ് 12 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പെരിസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണം, ബി കോൺകേവ് ദർപ്പണം, സി സമതല ദർപ്പണം, ഡി ഇവയൊന്നുമല്ല. ആൻസർ സി സമതല ദർപ്പണമാണ് പെരിസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം. അടുത്ത ക്വസ്റ്റ്യൻ, ഓരോ ജില്ലയിലും നീതിയും സമാധാനവും ക്വസ്റ്റ്യൻ മുഴുവനായിട്ടില്ല, പറയാം. ഓരോ ജില്ലയിലും നീതിയും സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ഓപ്ഷൻ എ ജില്ലാ കളക്ടർ, ബി MLA, സി RDO, ഡി തഹസീൽദാർ. ആൻസർ എ ജില്ലാ കളക്ടറാണ് ഓരോ ജില്ലയിലും നീതിയും സമാധാനവും അതുപോലെ സുസ്ഥിരതയും നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഏതു വർഷത്തെ ദാദാസാഹിബ് പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത്? എ 2025, ബി 2024, സി 2000, ഡി 2023. ആൻസർ ഡി 2023 ദാദാസാഹിബ് പുരസ്കാരമാണ് മോഹൻലാലിന് 2025 ലഭിച്ചത്. 2023 ദാദാസാഹിബ് പുരസ്കാരമാണ് മോഹൻലാലിന് ഈ 2025 ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ദാദാസാഹിബ് പുരസ്കാരത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ 10 ലക്ഷം രൂപയും സ്വർണ്ണ കമ്മൽ മുദ്രയും ഫലകവുമാണ് സമ്മാനം. ബി ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ദുണ്ടിരാജ് ഗോവിന്ദ് ഫാൽക്കെയുടെ പേരിലുള്ള പുരസ്കാരമാണത്. സി 1969 മുതൽ നൽകി വരുന്നു. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിൽ ആൻസർ വരുന്നത് ഡി മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ്. ദാദാസാഹിബ് പുരസ്കാരം 10 ലക്ഷം രൂപയും സ്വർണ്ണ കമ്മൽ മുദ്രയും ഫലകവുമാണ് സമ്മാനം. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ദുണ്ടിരാജ് ഗോവിന്ദ് ഫാൽക്കെയുടെ പേരിലുള്ള പുരസ്കാരമാണിത്. 1969 മുതൽ നൽകി വരുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു 2023 പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിനാണ്. അടുത്തിടെ പാകിസ്ഥാനുമായി പ്രതിരോധ കരാർ ഒപ്പുവെച്ച രാജ്യം ഏത്? എ ചൈന, ബി അഫ്ഗാനിസ്ഥാൻ, സി ഇന്ത്യ, ഡി സൗദി അറേബ്യ. ആൻസർ ഡി സൗദി അറേബ്യയാണ് അടുത്തിടെ പാകിസ്ഥാനുമായി പ്രതിരോധ കരാർ ഒപ്പുവെച്ച രാജ്യം. പെരിയ ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻസ് ഞാൻ പറയാം. കണ്ണൂർ കൂർഗ്, ബി വയനാട് മൈസൂർ, സി കോഴിക്കോട് വയനാട്, ടി ഇടുക്കി മധുര. പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് വയനാടിനെയും മൈസൂരിനെയുമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചുരങ്ങൾ അത് ബന്ധിപ്പിക്കുന്ന സ്ഥലം നോക്കാം. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയാണ്. കോയമ്പത്തൂരിനെയുമാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത്. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കണ്ണൂരിനെയും കൂർഗിനെയുമാണ് പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത്. പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് വയനാടിനെയും മൈസൂരിനെയുമാണ്. ബോഡിനായ്ക്കർ ചുരം ബന്ധിപ്പിക്കുന്നത് ഇടുക്കിയെയും മധുരയുമാണ്. ഇടുക്കി, മധുര എന്നിവയാണ്. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത് കൊല്ലം, ചെങ്കോട്ട എന്നിവയാണ്. ആര്യങ്കാവ് ചുരം ബന്ധിപ്പിക്കുന്നത്.
2025 സംസ്ഥാന കായികമേളയുടെ ഓവറോൾ ചാമ്പ്യന്മാർ ആരാണ്? എ പാലക്കാട്, ബി കോഴിക്കോട്, സി പത്തനംതിട്ട, ഡി തിരുവനന്തപുരം. ആൻസർ ഡി തിരുവനന്തപുരമാണ് 2025 സംസ്ഥാന കായികമേളയുടെ ഓവറോൾ ചാമ്പ്യന്മാർ. അടുത്തത് സോജില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏത്? സോജില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏത്? എ ഉത്തരാഖണ്ഡ് ടിബറ്റ്, ബി ഹിമാചൽ പ്രദേശ് ടിബറ്റ്, സി ശ്രീനഗർ കാർഗിൽ, ഡി സിക്കിം ടിബറ്റ്. ആൻസർ സി ശ്രീനഗർ കാർഗിലാണ്. ശ്രീനഗറും കാർഗിലുമാണ് സോജില ചുരം ബന്ധിപ്പിക്കുന്നത് പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. ലിപ്പ് ലേഗ് ചുരം ബന്ധിപ്പിക്കുന്നതാണ് ഉത്തരാഖണ്ഡ് ടിബറ്റ്. നമ്മൾ ചായ കുടിക്കുന്നതും ഉത്തരം പറയുന്നതും ലിപ്പ് കൊണ്ടാണ് എന്നോർക്കും. അപ്പോൾ ലിപ്പ് ലേഗ് ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റ്. ഇനി ഷിപ്കില ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില ചുരം. സോജില ചുരം ശ്രീനഗർ കാർഗിൽ. നാഥുല ചുരമാണ് സിക്കിം ടിബറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? എ ജീവകം എ, ബി ജീവകം ബി, സി ജീവകം സി, ഡി ജീവകം ഡി. ആൻസർ ഡി ജീവകം ഡി ആണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ജീവകം ഡി ആണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ജീവകം കൂടിയാണ് ജീവകം ഡി. കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകവും അതുപോലെ തന്നെ സൺലൈറ്റ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും സൂര്യപ്രകാശം ഏൽക്കുന്നതോടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതുമായ ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. ഇതേ ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ, അതായത് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജീവകം ബാക്കിയുള്ളതും കൂടി നോക്കാം. ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? കാസിമർ ഫങ്കാണ്. ജീവകങ്ങളെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്നവ എന്ന് വെള്ളത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അതിൽ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എ, ഡി, ഇ, കെ എന്ന് പറയുന്നത്. വെള്ളത്തിൽ ലയിക്കുന്നവയാണ് ബിയും സിയും. ജീവകം എ എന്നറിയപ്പെടുന്നത് എന്താണ്? റെറ്റിനോൾ ആണ് ജീവകം എ എന്നറിയപ്പെടുന്നത്. കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നതും ജീവകം എ ആണ്. പ്രോവൈറ്റിൻ എ എന്നറിയപ്പെടുന്നത് എന്താണ്? ബീറ്റാ കരോട്ടിൻ ആണ്. പാലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവകവും ജീവകം എ ആണ്. ഇത് സംഭരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കരളിൽ സംഭരിക്കുന്ന ജീവകമാണിത്. ജീവകം B1 അറിയപ്പെടുന്നത് തയാമിൻ എന്നാണ്. ജീവകം B2 റൈബോഫ്ലാവിൻ, ജീവകം B3 നിയാസിൻ, ജീവകം B5 പാനോതെനിക് ആസിഡ്, ജീവകം B6 പിരിഡോക്സിൻ, ജീവകം B7 ബയോട്ടിക്, ജീവകം B9 ഫോളിക് ആസിഡ്, ജീവകം B12 സൈനോകൊബാലമിൻ എന്നും അറിയപ്പെടുന്നു. അതുപോലെ ജീവകം സി അറിയപ്പെടുന്നതാണ് അസ്കോർബിക് ആസിഡ്, ജീവകം ഡി അറിയപ്പെടുന്നതാണ് കാൽസിഫെറോൾ, ജീവകം ഇ അറിയപ്പെടുന്നതാണ് ടോക്കോഫെറോൾ, ജീവകം കെ അറിയപ്പെടുന്നതാണ് ഫെല്ലോക്വിനോൺ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ നോക്കാം. ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് മാലക്കണ്ണ് എന്ന് പറയുന്നത്, അതുപോലെ സിറോഫ്താൽമിയോ. ജീവകം B1ൻ്റെ അപര്യാപ്തത രോഗമാണ് ബെറിബറി. B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. ജീവകം B9ൻ്റെ അപര്യാപ്തത രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12ൻ്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. ജീവകം B12ൻ്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ്, കണ എന്നറിയപ്പെടുന്നു. ജീവകം ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് മത്സ്യ എണ്ണകളിലാണ്. ജീവകം ഇ കാണപ്പെടുന്നത് സസ്യ എണ്ണകളിലുമാണ്. അപ്പോൾ ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് മത്സ്യ എണ്ണയിലും ജീവകം ഇ പ്രധാനമായും കാണപ്പെടുന്നത് സസ്യ എണ്ണകളിലുമാണ്. ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. തണുക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത്. അപ്പോൾ ചൂടാകുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവകം ഡിയും തണുക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവകം കെയുമാണ്. ജീവകം ജി എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് ജീവകം B2. ജീവകം H എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് ജീവകം B7 എന്ന് പറയുന്നത്. ജീവകം B2ഉം
ജീവകം B7 നമുക്കൊന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം. 2025 വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തികൾ ആരെല്ലാമാണ്? ഷിമോൺ സക്കാഗൂച്ചി, അതുപോലെ മേരി ഇ ബ്രാൻകോ, ഫ്രെഡ് റാംസ്ഡെൽ എന്നിവരാണ് 2025 വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തികൾ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ എടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? വിരാട് കോഹ്ലിയാണ്. 2024 രസതന്ത്ര നൊബേൽ സമ്മാനം പങ്കിട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ഡെമീസ് ഹസബീസും ജോൺ ജബ്ബറുമാണ്. ഭൗതികശാസ്ത്ര നൊബേൽ ജേതാക്കൾ 2025 ഭൗതികശാസ്ത്ര നൊബേൽ ജേതാക്കൾ ആരെല്ലാമാണ്? ജോൺ ക്ലാർക്ക്, മിഷേൽ എച്ച് ഡെവോററ്റ്, ജോൺ എം മാർട്ടിനിസ് എന്നിവരാണ്. സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കാനുള്ള കേരളത്തിലെ പദ്ധതി ഏതാണ്? ആൻസർ എ, ആർദ്രം മിഷനാണ്. 2025 വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ആരെല്ലാം? ചൈനയാണ്. ശുഭാംശു ശുക്ലയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? നാസയുടെ 5ാമത്തെ ബഹിരാകാശ ദൗത്യമായ ആക്സിയം 4ലാണ് ശുഭാംശു ശുക്ല എത്തിയത് എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അത് തെറ്റാണ്. 5ാമത്തെ അല്ല, 4ാമത്തെ ബഹിരാകാശ ദൗത്യമാണത്. ആക്സിയം 4 എന്ന് പറയുന്നത്. 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തെരഞ്ഞെടുത്ത നഗരം ഏതാണ്? റിയോ ഡി ജനീറോയാണ്. ആണവായുധമല്ലാത്ത ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ചൈനയാണ്. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പെക്ട്രോമീറ്റർ ആണ്. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജപ്പാൻ. 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരെല്ലാമാണ്? ഗുൽസാർ ആൻഡ് ജഗദ്ഗുരു രാമഭദ്രാചാര്യ എന്നിവരാണ്. 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആക്ഷൻ ഉച്ചകോടി നടന്നത് എവിടെയാണ്? പാരീസിലാണ്. ഭരണഘടനയിലെ പട്ടികയുടെ എണ്ണം എത്രയാണ്? 12. പെരിസ്കോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? സമതല ദർപ്പണം. ഓരോ ജില്ലയിലും നീതിയും സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ജില്ലാ കളക്ടറാണ്. ഏത് വർഷത്തെ ദാദാസാഹിബ് പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത്? 2023 ദാദാസാഹിബ് പുരസ്കാരത്തിന് സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം? മുകളിൽ പറഞ്ഞവയെല്ലാം. 10 ലക്ഷം രൂപയും സ്വർണ്ണ കമ്മൽ മുദ്രയും ഫലകവുമാണ് സമ്മാനം. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ദുണ്ടിരാജ് ഗോവിന്ദ ഫാൽക്കെയുടെ പേരിലുള്ള പുരസ്കാരമാണിത്. 1969 മുതൽ നൽകി വരുന്നു. അടുത്തിടെ പാകിസ്ഥാനുമായി പ്രതിരോധ കരാർ ഒപ്പുവെച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ. പെരിയ ചുരം ബന്ധിപ്പിക്കുന്നത് എവിടെയൊക്കെയാണ്? വയനാടിനെയും മൈസൂരിനെയുമാണ്. 2025 സംസ്ഥാന കായികമേളയുടെ ഓവറോൾ ചാമ്പ്യന്മാരാരാണ്? തിരുവനന്തപുരം. സോജില ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? ശ്രീനഗർ, കാർഗിൽ. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? ജീവകം D ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. ബൈ.